അപ്പൊ ഇത് ഇടാതെ എപ്പോഴെങ്കിലും പുറത്തു പോയിട്ടുണ്ടോ തലയില്? ഷോള് ഇടാതെ ചെയ്യലുണ്ട്. ഹിന്ദു ബ്രൈഡൽ മേക്കപ്പ് എല്ലാം ചെയ്യാറുണ്ട്. അതിനാണ് കൂടുതൽ ഇതും കിട്ടല്, തെറിയും കിട്ടല്. അപ്പം ചേച്ചിക്ക് പറയുന്നത് പറഞ്ഞാല് പൊട്ടിട്ടെങ്കില് ഇസ്ലാം ഫുള്ള് പുറത്തു പോയി ഹിന്ദു ആയി. ഒരു പൊട്ടിടുമ്പോ എങ്ങനെ അത് മുസ്ലിം ഫുള്ളും പോയിട്ട് ഇപ്പൊ നീ ഷോൾ പറഞ്ഞില്ല, അപ്പൊ നീ മുസ്ലിമായ ഹിന്ദു പുറത്തു പോയി. അതങ്ങനെ ഇല്ല. നമുക്കൊരു നീയത്തുണ്ട് നമ്മളെ മനസ്സിൽ വെച്ചിട്ടുണ്ടോ അങ്ങനെ? ഹിന്ദു ബ്രൈഡ് ഇത് ചെയ്യലുണ്ട്, മേക്കപ്പ് ചെയ്യല്ല. ചുമ്മാ വെച്ച് നോക്കിയിട്ടില്ലേ? ചുമ്മാ ഇല്ല, ഷോർ നോക്കില്ല. അല്ല, നാട്ടിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഷോൾ അത് ഇൻസിഡന്റ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? മുമ്പ് ഞാൻ ഓന്റെ നാട്ടിലുണ്ട്. ഞാൻ നാട് എവിടെയെന്ന് ഞാൻ പറയുന്നില്ല. നല്ലൊരു നാടാണ്. റെന്റിനാണ് ഞാൻ ഉണ്ടായത്. അവിടുത്തെ ലോക്കൽ ഏരിയ. നീ അവിടെ നിന്നല്ലേ വരുന്നു? ഓക്കെ, ഭയങ്കര പ്രശ്നമാണ്. അല്ല, ഇപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഞാൻ മനിയായിട്ട് ഡ്രസ്. അയ്യോ, അടിപൊളിയാണ് സാരി. ഇത് ഹറാമാണ്. സാരി ഇസ്ലാമിക യോജിക്കില്ല. നീ ഏത് നാട്ടിൽ നിന്ന് വന്നേന്ന്? ഈ ഇരുന്ന് സംസാരിക്കുന്നവരെ കുറച്ച് പേർക്കെങ്കിലും അറിയാത്തവരുണ്ടായിരിക്കാം. ഈ ഒരു പെണ്ണിൻ്റെ പേര് അസിമോൾ എന്നാണ്, അവൻ്റെ പേര് സിന്നു എന്നാണ്. ഇവർ ഈ ഇടയ്ക്ക് ഒരു ആൽബം പോലെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ട്രോളും കാര്യങ്ങളും എയറിലൊക്കെ പൊക്കി ഭയങ്കരമായിട്ട് ഇവരെ ഭയങ്കരമായിട്ട് ട്രോളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവരെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. ആ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ട കുറച്ച് പറയുന്ന കാര്യങ്ങളാണ്, അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഒരു ക്ലിപ്പ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത്. അതിനകത്ത് മുസ്ലിംസിനെ കുറിച്ച് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഓരോ കാര്യങ്ങൾ എന്താ പറയുക, അങ്ങനെയാണ് സാരി ഉടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ പൊട്ട് കുത്താൻ പാടില്ല, അങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ മുസ്ലിമിൽ നിന്ന് മാറി ഹിന്ദുവായി, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ പറയാറുണ്ടെന്നും അതുകൊണ്ട് തന്നെ പൊട്ട് കുത്തിക്കൂടാ, സാരി ഉടുത്തൂടാ, ഇതിനെക്കുറിച്ചൊക്കെ അവിടെ എന്താ പറയുക, ഒരു സിന്നു എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീടിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെയാണ് ആ ഒരു ചർച്ചയിൽ പറഞ്ഞ ആ ഒരു ഇൻ്റർവ്യൂവിൽ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ താഴെ വന്ന് കുറേയധികം ഇവർക്കെതിരെ നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അതിനെപ്പറ്റി കുറ്റം പറയുന്നത്, അങ്ങനെ ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത്, ഈ നല്ലൊരു മാസമായിട്ടെന്നൊക്കെ പറഞ്ഞ് കുറേയധികം ഇവർക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നിയ ഒരു കാര്യം, അവർ മറ്റേ ആ ഒരു കമൻസിൽ പറഞ്ഞാണ് ഓക്കെ നിങ്ങൾക്ക് അത് താല്പര്യമില്ല, ഫോളോ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അതിനെപ്പറ്റി കുറ്റം പറയേണ്ട, ഓക്കെ അതങ്ങനെയാണെങ്കിൽ അത് ഓരോരുത്തർ ഫോളോ ചെയ്യുന്ന അവരവർ ഇഷ്ടമാണ്. അപ്പോൾ അതിനെപ്പറ്റി കുറ്റം പറയുക അങ്ങനത്തെ കാര്യങ്ങളുമില്ല. പിന്നെ അവർ പറഞ്ഞ അങ്ങനെ കംപ്ലീറ്റ്ലി തെറ്റാന്ന് പറയാം. ഇപ്പോൾ അവരുടെ എന്താ ലൈഫിൽ കയറി കുറേയധികം പേര് കമൻറ്റ് പറയും, അതായത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത്, അത് അവർക്കും ചിലപ്പം താല്പര്യമില്ലാത്ത കാര്യങ്ങളായിരിക്കാം, അതുകൊണ്ടായിരിക്കാം പറഞ്ഞത്. പക്ഷേ ഇവർക്കെതിരെ ഇങ്ങനെ സംസാരിച്ചതിന് ഭയങ്കരമായിട്ട് വ്യാപകമായിട്ട് നെഗറ്റീവായിട്ട് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, ഇപ്പോൾ അവരെ ഇഷ്ടമാണ്, അവരെന്ത് ധരിക്കണം എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എങ്ങനെ പെരുമാറണമെന്നുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നിരിക്കുക. അതിന് നമ്മൾ ഭയങ്കരമായിട്ട് റിയാക്ട്, നമുക്ക് വിശ്വാസമുള്ള കാര്യത്തിലായിരിക്കാം ചിലപ്പോൾ അവർ തിരിച്ച് പറയുന്നത്. അപ്പോൾ അതിന് ഭയങ്കരമായിട്ട് അവർക്കെതിരെ പെരുമാറി അങ്ങനെയൊന്നും ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് അവരുടെ ഇഷ്ടം, അവർ പറയുന്നു, നമുക്ക് ചിലപ്പോൾ നമ്മൾ വിശ്വാസമായിരിക്കാം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അവർക്കെതിരെ ഭയങ്കര എന്താ പറയുക തെറിവിളി അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.